ദൈവമേ, വചനം ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നവനായ ദൈവമേ, പരിശുദ്ധാത്മാവിൻ്റെ ദാനത്താൽ വചനത്തെ തിരിച്ചറിയാനൊക്കെയാണ് ഞങ്ങളെ പഠിപ്പിച്ചവനായ ദൈവമേ. കർത്താവേ, ഇപ്പോൾ കുറച്ച് സമയം ഞങ്ങൾ നിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ നിൻ്റെ വഴി നടത്തിപ്പും നിൻ്റെ വിചാരവും നിൻ്റെ പഠിപ്പിക്കലോട് ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു. നാഥ, നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദാനത്താൽ നിൻ്റെ വചനം ഞങ്ങളുടെ ഉള്ളിൽ നിറയുവാനൊക്കെ ഇടയാക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരെ ഉള്ളതിലും നിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ വിശ്വാസത്താൽ ദൈവമേ ഞങ്ങളെ വഴി നടത്തണമെന്ന് അപേക്ഷിക്കുന്നു. നാഥ, കൃപയോടെ കേൾക്കണമേ. ആമേൻ. രണ്ടു ദിവസം മുമ്പ് ജോലിക്ക് പോകാൻ ഇറങ്ങിയ സമയത്ത് ഒരു വചനം നോക്കാമെന്ന് കരുതി പെട്ടെന്ന് തുറന്നപ്പോഴാണ് വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 6-ാം വാക്യം. വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 6-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: അപ്പത്താൽ തൃപ്തരാകേണ്ടതിന് ഞങ്ങൾ മിസ്രയീമ്യർക്കും അശ്ശൂര്യർക്കും കീഴടങ്ങിയിരിക്കുന്നു. We submitted to Egypt and Assyria to get enough bread. ഈ വചനത്തില്, പ്രത്യേകിച്ച് വിലാപങ്ങളുള്ള ഈ വചനത്തില്, ക്രിസ്തീയ ജീവിതത്തിലെ ഒരു 2 കാര്യങ്ങൾ, അല്ലെങ്കിൽ ക്രൈസ്തവന്റെ ജീവിതത്തിൽ ക്രൈസ്തവൻ ഓർക്കേണ്ടതായ ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായുണ്ട്. അതിനകത്ത് കാണുന്ന ഒരു വചനം, വി സബ്മിറ്റഡ് ടു ഈജിപ്റ്റ് ആൻഡ് അസിറിയ. ഞങ്ങൾ ഈജിപ്തിനും അസിറിയയ്ക്കും ഞങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടുവാനായിട്ട്, ഞങ്ങൾക്ക് അപ്പം ലഭിക്കുവാനായിട്ട്. നമ്മൾ ദൈവത്തിനാണോ സമർപ്പിച്ചിരിക്കുന്നത്, നമ്മൾ ലോകത്തിനാണോ സമർപ്പിച്ചിരിക്കുന്നത്? ഈജിപ്തിനും അസിറിയയ്ക്കും ആണോ, മിസ്രയീമിനും അശ്ശൂര്യർക്കുമാണോ നമ്മൾ സമർപ്പിച്ചിരിക്കുന്നത്, അതോ ദൈവത്തിലാണോ സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. എന്തിനു സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് രണ്ടാമത്തേത്. അപ്പത്തിന് വേണ്ടിയായിരുന്നു ഇവിടെ സമർപ്പിച്ചിരിക്കുന്നത്. അപ്പത്തിന് വേണ്ടി നാം സമർപ്പിച്ചിരിക്കുന്നത് ലോകത്തിലായിട്ടാണോ അതോ ദൈവത്തിന്റെ സന്നിധിയിലാണോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ ഈ ദൈവത്തിൽ സമർപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ഒരു ആവശ്യം നേടുവാനായിട്ടാണ്, നമ്മുടെ ദൈനംദിനമുള്ള ഒരു ആവശ്യം, ഭക്ഷണം, പാർപ്പിടം, അല്ലെങ്കിൽ അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള നമ്മുടെ ദിനംതോറും നമ്മുടെ കാര്യങ്ങൾ നടത്തുവാനുള്ള ഒരാവശ്യത്തിന് വേണ്ടി ഒരാവശ്യമാണ് നമ്മളിവിടെ കാണുന്നത് ഈ വേദഭാഗത്തിന്റെ ഒരു ഭാഗത്ത്. അതിൻ്റെ അകത്ത് ക്രൈസ്തവന്റെ ജീവിതത്തിൽ ഈ ആവശ്യത്തോടു കൂടി ഒരു വിശ്വാസവും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. നമ്മുടെ ആവശ്യം ദിനംതോറും ഉള്ള അപ്പം കിട്ടുക എന്നുള്ളതാണെങ്കിൽ ആ അപ്പത്തിന് വേണ്ടി നമ്മൾ ലോകത്തിലേക്ക് തിരിയണോ, അതോ ദൈവത്തിന്റെ വലിയ കരുണയും മഹത്വവും ദൈവത്തിന്റെ വലിയ നടത്തിപ്പും നമ്മളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് വിശ്വസിക്കുമോ എന്നുള്ളത് വലിയ ചിന്തയായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. വേദവചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തിൽ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 25-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ പറവകളെ നോക്കുവിൻ, അവർ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടുന്നുമില്ല, എങ്കിലും അവർക്ക് വേണ്ടതുള്ളത് പിതാവാം ദൈവത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അവർക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യൻ, ഇത്രയും ദൈവം കരുതുന്നവനായ മനുഷ്യന് എത്രയധികം ലഭിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയൊരു ഉറപ്പ്. അപ്പോൾ ഈ ഉറപ്പ് നമ്മുടെ വിശ്വാസത്താലാണ് നമ്മുടെ ഉള്ളിൽ നിറയുന്നത്. ഈ ഉറപ്പിനെ, ഇങ്ങനെ ഒരു ഉറപ്പ് ദൈവവചനത്തിൽ നമ്മൾ വായിച്ചു വിടുന്നതേ ഉള്ളോ, അതോ ഇങ്ങനെ ഒരു ഉറപ്പ് നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടോ എന്നുള്ളതാണ് നമ്മളുടെ ചിന്തിക്കേണ്ടതായ കാര്യം. ഇങ്ങനെ ഉറപ്പ് ഇല്ലാത്ത അവസ്ഥയിലാണെങ്കിൽ നമ്മൾ ലോകത്തിലേക്ക് തിരിയും, നമ്മുടെ കാര്യസാധ്യത്തിനായിട്ട്, നമ്മുടെ ദൈനംദിനമുള്ള ആവശ്യങ്ങൾക്കായിട്ട്. ഈ ഗിരിപ്രഭാഷണത്തിന് തന്നെ ആ ഭാഗത്തിന്റെ അവസാനമായിട്ട് നമ്മൾ കാണുന്നുണ്ട്: മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, അതോടുകൂടി നിങ്ങൾക്ക് സകലവും ലഭിക്കും. 33-ാം വാക്യം അതിന്റെ ബാക്കിയായിട്ട്, അതുകൊണ്ട് നാളെക്കുറിച്ച് വ്യാകുലപ്പെടരുത്, നാളത്തെ ദിവസം അതിനായി വ്യാകുലപ്പെടുമല്ലോ, അത് ദിവസത്തിൽ അന്നത്തെ ദോഷം മതി. നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നവനായ പിതാവ്, നമ്മുടെ ആവശ്യങ്ങളിൽ കരുതുന്നവനായ പിതാവിന്റെ വലിയ സാന്നിധ്യം നമ്മളോടുകൂടി ഉണ്ടെന്നുള്ള പറച്ചിൽ ഉണ്ടെങ്കിലും ആ ഉണ്ടെന്നുള്ള വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടോ, ഉണ്ടെന്നുള്ള ഉറപ്പ് നമ്മളുടെ ഉള്ളിലുണ്ടോ? എല്ലാത്തിലും ഉപരിയായിട്ട് സകല കാര്യവും കരുതുന്നവനായ ദൈവം നമ്മളെ കാത്തു പരിപാലിക്കുമെന്നും ലോകത്തിലേക്ക് തിരിയേണ്ട കാര്യമില്ല, മറിച്ച് നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അന്നു ഉള്ള ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ എത്തിക്കുമെന്നുള്ള ഒരു ഉറപ്പും നമ്മളോടുകൂടി നമ്മുടെ ഉള്ളിലുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതായ വസ്തുതയാണ്.
അത് പലപ്പോഴും പരമന തിരുമേനിയുടെ ചില കഥകളിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പരമന തിരുമേനി സെമിനാരി സ്റ്റുഡൻസിന് വേണ്ടി ഒരു ദിവസത്തെ ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടിയിരിക്കുമ്പോൾ അത്ഭുതകരമായിട്ട് ദൈവം പലരിൽ നിന്ന് ഭക്ഷണം എത്തിച്ച കഥകൾ. ഈയിടെ അടുത്തിടെ നാട്ടിൽ പോയപ്പോൾ, അനാഥാലയത്തിൽ പോയപ്പോൾ അവിടുത്തെ സിസ്റ്റർ പറയുകയായിരുന്നു, ഈ വർഷത്തെ യൂണിഫോമിന് എങ്ങനെ പൈസ ഉണ്ടാക്കുമെന്ന് അറിയാൻ വയ്യാത്ത ഇരിക്കുന്ന അവസ്ഥയിൽ 55ഓളം കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ യൂണിഫോമിന് എങ്ങനെ പൈസ കിട്ടുമെന്നുള്ള അറിയാൻ വയ്യാതിരിക്കുന്ന അവസ്ഥയിലാണ് അത്ഭുതകരമായിട്ട് ദൈവം ഓരോ ദിവസവും വഴി നടത്തുന്നത്. അവരുടെ കാര്യങ്ങളൊക്കെ വലിയ അനുഗ്രഹത്തോടുകൂടി നോക്കുന്നത്. അനാഥരെ കാത്തു പരിപാലിക്കുന്നതായ ദൈവമാണ്. മനുഷ്യനിൽ ആശ്രയിക്കുന്നോ അതോ ദൈവത്തിൽ ആശ്രയിക്കുന്നോ? മിസ്രൈമിലും അശ്ശൂരിലുമാണോ ആശ്രയിക്കുന്നത്, അതോ മറിച്ച് ദൈവത്തിന്റെ വലിയൊരു കരുണ നമ്മളോടുകൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം, ആ വിശ്വാസത്തിൽ അനുസരിച്ച് ജീവിക്കാൻ തക്കോണം മനുഷ്യന് സാധിക്കുന്നുണ്ടോ, എപ്പോഴൊക്കെ സാധിക്കുന്നുണ്ട് എന്നുള്ളത് വലിയ ഒരു സംശയമായിട്ട് നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. പലപ്പോഴും നമ്മൾ തന്നെ തെറ്റിപ്പോകുന്ന അവസ്ഥയിലുമുണ്ട്. ഈ വിശ്വാസം ദൈവത്തിന്റെ കരുണയിലുള്ള വ്യത്യാസമാണ്, ദൈവത്തിന്റെ നടത്തിപ്പിലുള്ള വിശ്വാസമാണ്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ മകനെ കൊണ്ട് ബലി കഴിക്കുക. അപ്പോൾ അബ്രഹാം ചോദ്യം ചെയ്തില്ല. അബ്രഹാം ദൈവം പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. ദൈവം പറയുന്നതുപോലെ മകനെ കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ദൈവം കുഞ്ഞാടിനെ കാട്ടിക്കൊടുത്തത്. അപ്പോൾ അങ്ങനെ ഒരു നടത്തിപ്പ്, നമ്മുടെ നന്മയ്ക്കായിട്ടുള്ള ഒരു നടത്തിപ്പ് ദൈവത്തിന് ഉണ്ട്. ദൈവത്തിന് നമ്മളുടെ നന്മയ്ക്കായിട്ടുള്ള ഒരു പദ്ധതി ഉണ്ടെന്നും ദിനംതോറുമുള്ള ആവശ്യങ്ങൾ ദൈവം നമ്മുടെ കൂടെ ഇരിക്കുമെന്നും നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം, ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. സ്വർഗസ്വനായ കർത്തൃ പ്രാർത്ഥനയിൽ നാം ഇങ്ങനെ ദിവസം പലതവണ പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾക്ക് അന്നത്തേക്കുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ എന്നുള്ളത്. അത് രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാമെങ്കിലും അന്നത്തേക്കുള്ള ദൈനംദിനമുള്ള ആഹാരം നമുക്ക് ലഭിക്കണമെന്ന ഒരു അർത്ഥത്തിൽ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ആഹാരം ദിനംതോറും തരണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ചിന്തകൾ പലപ്പോഴും എങ്ങനെ ദൈവത്തെ പ്രീതിപ്പെടുത്താമെന്നല്ല, എങ്ങനെ ലോകത്തെ പ്രീതിപ്പെടുത്താമെന്നാണെങ്കിൽ അത് നമ്മൾ തന്നെ സ്വയം ഹിപ്പോക്രറ്റ്സ് ആയി മാറുകയാണ്. അപ്പോൾ ലോകത്തെ പ്രീതിപ്പെടുത്തുന്നത് ശരിക്കും തിന്മയെ പ്രീതിപ്പെടുത്തുന്ന അവസ്ഥയാണ്. അല്ലെങ്കിൽ ലോകം തിന്മയാണെന്നല്ല, മറിച്ച് ലോകത്തിൻ്റെതായ രീതികൾ, അതായത് ദൈവത്തിൽ നിന്ന് എതിരായിട്ടുള്ള രീതികളിലൂടെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനാണ് നാം ശ്രമിക്കുന്നതെങ്കിൽ അത് തിന്മയുടെ പ്രവൃത്തികളാണ്, അത് സാത്താന്റെ പ്രവൃത്തികളാണ്. ആ പ്രവൃത്തിയിലൂടെയാണോ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് വലിയൊരു ചിന്തയായിട്ട് നമുക്ക് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോഴാണ് ചോദ്യം വരുന്നത്, ഞാൻ ആരിലാണ് സമർപ്പിച്ചിരിക്കുന്നത്? ഞാൻ സമർപ്പിച്ചിരിക്കുന്നത് മിസ്രൈമിലും അശ്ശൂരിലുമാണോ, ലോകത്തിന്റെ വിവിധ തരത്തിലുള്ള ശക്തികളിലാണോ, അതോ ഇതിനെല്ലാം മറിച്ച് ഇതിലെല്ലാം മാറ്റി നിർത്തിയിട്ട് ഇതൊന്നുമല്ല എന്നെ കരുതുന്നതും കാക്കുന്നതും, ഇതൊന്നുമല്ല ഈ കാണുന്ന ലോകമല്ല എനിക്ക് രക്തം തന്നെ എന്നെ രക്ഷിച്ചതെന്ന് മനസ്സിലാക്കി യേശുക്രിസ്തുവിലും പിതാവാം ദൈവത്തിലുമാണോ നാം ആശ്രയിക്കുന്നത് എന്നുള്ളത് വലിയൊരു ചിന്തയായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ആശ്രയിക്കുന്ന ഈജിപ്തിനെ പറ്റി വേദപുസ്തകത്തിൽ പ്രവചനങ്ങളിലെ യെശയ്യാവിന്റെ പ്രവചനങ്ങളിലും എസെക്കിയേലിന്റെ പ്രവചനങ്ങളിലും ഒക്കെ പല വാക്യങ്ങളും നാം കാണാറുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഇസ്രായേലിന്റെ പരിശുദ്ധിയിലേക്ക് നോക്കുകയോ യഹോവയെ അന്വേഷിക്കുകയോ ചെയ്യാതെ സഹായത്തിനായിട്ട് മിസ്രൈമിലേക്ക് ചെന്ന് കുതിരകളിലും എണ്ണം വളരെ ഉള്ളതുകൊണ്ട് രഥങ്ങളിലും മഹാബലവാന്മാരായിരുന്നുകൊണ്ട് കുതിരപ്പടകളിലും ആഗ്രഹിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. ലോകത്തിന്റെ വിവിധ രീതിയിലുള്ള കാര്യങ്ങളിൽ ആശ്രയിച്ച് തങ്ങളുടെ കാര്യങ്ങൾ നേടുവാൻ തക്കമാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ യുദ്ധത്തിന് പോവുകയാണെങ്കിൽ ലോകത്തിൽ ആശ്രയിച്ചുകൊണ്ടുള്ള യുദ്ധത്തിന് പോകുന്നത്. മോശയുടെ ഒരു കഥയുണ്ടല്ലോ, യുദ്ധത്തിന് പോയപ്പോൾ മോശയുടെ കരങ്ങൾ പൊക്കി വെച്ചിരുന്നപ്പോൾ ഇസ്രായേൽ മക്കൾ യുദ്ധം ജയിക്കുകയും കരം താത്തപ്പോൾ ഇസ്രായേൽ മക്കൾ യുദ്ധം തോൽക്കുകയും ചെയ്ത അവസ്ഥ. ദൈവത്തിന്റെ കരങ്ങൾ ഉയർന്നിരിക്കുമ്പോൾ, ദൈവത്തിന്റെ കരങ്ങൾ നമ്മളുടെ കൂടെ ഉള്ളപ്പോഴാണ് നാം ജയിക്കുന്നതെന്നും ഇല്ലാത്തപ്പോൾ നാം അറിയാതെ പോലും ചിലപ്പോൾ തോറ്റുപോകുന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്നുണ്ട്. യെശയ്യാ പ്രവചനത്തിന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ 31-ാം അധ്യായത്തിലെ 5-ാം വാക്യം ഇങ്ങനെ പറയുന്നു, പക്ഷി വട്ടമിട്ട് പറന്ന് കാക്കുന്നത് പോലെ സൈനികളുടെ യഹോവ യെരൂശലേമിനെ കാത്ത് സൂക്ഷിക്കും, അവൻ അതിനെ കാത്ത് സംരക്ഷിക്കും, അവൻ അതിനെ വിടുവിച്ച് സംരക്ഷിക്കും. അപ്പോൾ യെരൂശലേം, പുതിയ ഇസ്രായേലായ നമ്മൾ, അതായത് പുതിയ ദൈവത്തിന്റെ ജനതയാകുന്ന നമ്മൾ ആശ്രയിക്കുന്നത് രഥങ്ങളിലും കുതിരകളിലും ലോകത്തിൻ്റെതായ ശക്തികളിലുമാണോ, അതോ ഇതിനേക്കാളും ഉപരിയായിട്ട് വലിയ കാത്തുപരിപാലനം നമുക്ക് നൽകിയിട്ടുള്ള ദൈവത്തിന്റെ കരുണയിലാണോ എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. അപ്പോൾ പുതിയ യെരൂശലേമായ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയായ നമ്മൾ എവിടെയാണ് നമ്മുടെ ചിന്തകൾ സമർപ്പിച്ചിരിക്കുന്നത്? നമ്മളെ തന്നെ സമർപ്പിച്ചിരിക്കുന്നത് ലോകത്തിന്റെ കാര്യങ്ങളിലേക്കാണോ, അതോ ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ വലിയ വിശ്വാസത്തിലാണോ, ദൈവത്തിന്റെ വലിയ ഉറപ്പിലാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതായ കാര്യമാണ്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 16-ാം വാക്യം
29 16 വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഇസ്രായേൽ ഗൃഹം തിരഞ്ഞ് അവരെ നോക്കുമ്പോൾ അത് ഇനിയും അവരുടെ അകൃത്യം ഓർമ്മിപ്പിക്കുന്നതായ ഒരു ശരണമായിരിക്കില്ല. ഞാൻ യഹോവയായ ദൈവം എന്ന് അവർ അറിയും. ഇസ്രായേൽ ഗൃഹം തിരിഞ്ഞ് അവരെ നോക്കുമ്പോൾ അത് ഇനിയും അവരുടെ അകൃത്യം ഓർമ്മിപ്പിക്കുന്നതായ ഒരു ശരണമായിരിക്കില്ല. ഞാൻ യഹോവയായ ദൈവം എന്ന് അവർ അറിയും. ഇതും മിസ്രയീമിനെതിരായ, അതായത് ലോകത്തിന്റെ പ്രവർത്തനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ദൈവത്തിന്റെ വചനം ആണ്. ഈ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഇതിന്റെ ബാക്കിയായിട്ട് അശ്ശൂര്യരെ പറ്റിയുള്ള ചില വചനങ്ങൾ ദൈവത്തിന്റെ പ്രവചനങ്ങളിൽ ഇങ്ങനെ കാണുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 10 അധ്യായം 5 വാക്യം: എന്റെ കോപത്തിന്റെ വടിയായ അശ്ശൂരിന് അയ്യോ കഷ്ടം, അവരുടെ കയ്യിലെ വടി എന്റെ ക്രോധമാകുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30 അധ്യായം 31 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30 അധ്യായം 31 വാക്യം: യഹോവയുടെ മേഘനാഥത്താൽ അശ്ശൂർ തകർന്നു പോകും, തന്റെ വടികൊണ്ട് അവൻ അവനെ അടിക്കും. 31:8: എന്നാൽ അശ്ശൂർ പുരുഷന്റേതല്ലാത്ത വാളാൽ വീഴും, മനുഷ്യന്റേതല്ലാത്ത വാളിന് ഇരയായി തീരും. അവർ വാളിന് മുമ്പിൽ നിന്ന് ഓടിപ്പോകും, അവരുടെ യൗവനക്കാർ നിർബന്ധിത ജോലി ചെയ്യും. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 31 അധ്യായം 10 വാക്യം: 31:10: അതുകൊണ്ട് യഹോവയായ ദൈവം ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: അത് വളർന്ന് പൊങ്ങി അഗ്രമേഘങ്ങളോളം നീട്ടി, അതിന്റെ ഹൃദയം തന്റെ വളർച്ചയിൽ ഗർവിച്ചതുകൊണ്ട് ഞാൻ അതിനെ ജനതകളിൽ ബലവാനായവന്റെ കയ്യിൽ ഏൽപ്പിക്കും. അവൻ അതിനോട് പെരുമാറും, അവന്റെ ദുഷ്ടത നിമിത്തം ഞാൻ അതിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ലോകത്തിൻ്റെതായ രീതിയിൽ പ്രവർത്തിച്ചിട്ട് ലോകത്തിൻ്റെതായ മഹത്വത്തിൽ, അല്ലെങ്കിൽ നമ്മൾ താൽക്കാലികമായിട്ട് കാണുന്ന ലൗകികമായ മഹത്വത്തിലൊക്കെ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റുന്നതായ അവസ്ഥ. അപ്പോൾ ഞാൻ തന്നെ വലിയൊരു വ്യക്തിയാണ്, ഞാൻ തന്നെ വലിയ ദൈവത്തെക്കാൾ ഉപരിയായിട്ടുള്ള, അല്ലെങ്കിൽ ദൈവം എനിക്ക് യാതൊന്നുമല്ല, ദൈവം ജസ്റ്റ് എനിക്ക് ഞായറാഴ്ചകൾ പ്രാർത്ഥിക്കുവാനോ അല്ലെങ്കിൽ ഞായറാഴ്ചകൾ പോകാനുള്ള ഒരു 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 ഭാഗമായി, ജീവിതത്തിന്റെ ചെറിയൊരു ഭാഗമായിട്ട് മാത്രം കരുതി ബാക്കിയുള്ള ഇതെല്ലാം ലോകത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നതായ അവസ്ഥയിലാണ് എങ്കിൽ അങ്ങനെയുള്ളവർക്കുള്ള വലിയൊരു വാക്യമാണ് ഇപ്പോൾ പറഞ്ഞ അശ്ശൂരിനോട് പറഞ്ഞ ദൈവത്തിന്റെ വലിയ പ്രവചനം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 31 അധ്യായം 10 വാക്യം. അപ്പോൾ നമ്മുടെ ജീവിതം നമ്മൾ സമർപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ സന്നിധിയിലാണോ, അതോ നമ്മുടെ ജീവിതം ഇപ്പോഴും മിസ്രയീമ്യരുടെയും അശ്ശൂര്യരുടെയും മധ്യത്തിലാണോ? നമ്മുടെ ജീവിതം ക്രിസ്തുവിന്റെ സന്നിധിയിലാണോ നിലനിൽക്കുന്നത്? നമ്മളുടെ ആവശ്യങ്ങൾ നമ്മൾ സമർപ്പിക്കുന്നത് ലോകത്തിൻ്റെതായ രീതികളിലാണോ, മറിച്ച് ദൈവത്തിന്റെ രീതിയിലാണോ? ദൈവത്തോടുള്ള ക്രിസ്തുവിനോടുള്ള വിശ്വാസത്താലാണോ? ദൈവത്തിൽ പൂർണ്ണമായി നമ്മളെ തന്നെ സമർപ്പിച്ച് മുന്നോട്ട് നീങ്ങുവാൻ നമുക്ക് എത്ര നാൾ വേണം, എത്ര തെളിവുകൾ വേണം? ഗലാത്യരുടെ ലേഖനത്തിൽ പറയുന്നത് പോലെ, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പിൽ കണ്ടിട്ടും നിങ്ങൾ എന്തേ ഇങ്ങനെ ഇരിക്കും? ഗലാത്യരുടെ ലേഖനം 3 അധ്യായം 1 വാക്യം. ബുദ്ധിഹീനരായ ഗലാത്യരെ, യേശു ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണുകൾക്ക് മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് വശീകരിച്ചിരിക്കുന്നത് ആര്? വെളിപാട് പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു: ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിച്ചെന്ന് പറയുന്നുണ്ടെങ്കിലും, നമ്മൾ ക്രിസ്തുവിന്റെ വിശ്വാസികളായെന്ന് പറയുന്നുണ്ടെങ്കിലും, പലപ്പോഴും ക്രിസ്തുവിന്റെ വിശ്വാസത്തിന്റെ പകുതി ഭാഗം എടുത്തിട്ട് ബാക്കി ലോകത്തിന്റെ ജീവിതത്തിന്റെ പകുതി ഭാഗം എടുത്ത് രണ്ടിനെ മധ്യത്തിലിരിക്കുന്ന ഒരു അവസ്ഥയിലാണോ നമ്മുടെ ജീവിതം എന്ന് പലപ്പോഴും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണോ നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്? അങ്ങനെയുള്ളവരുടെ അവസ്ഥയാണ് റെവലേഷൻസിൽ തന്നെ നാം കാണുന്നത്. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ ക്രൂശുമരണവും ക്രിസ്തുവിൽ കൂടി ലഭിച്ച രക്ഷയും, ഈ രക്ഷയിലൂടെ ക്രിസ്തുവിനെ പ്രാപിച്ചവർ, പൗലോസ്ലീഹ പറയുന്നത് പോലെ, ഇതിൽ ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, മറിച്ച് ക്രിസ്തു അത്രേ. നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നത് ക്രിസ്തു ആണെങ്കിൽ നമ്മുടെ സമർപ്പണം ദൈവത്തിങ്കിലായിരിക്കണം. നമ്മൾ ജീവിക്കുന്നത് ക്രിസ്തുവെങ്കിൽ നമ്മുടെ സമർപ്പണം ദൈവത്തോട് കൂടിയായിരിക്കണം, മറിച്ച് മിസ്രയീമ്യരിലും അശ്ശൂരിലും ആയിരിക്കരുത്, ലോകത്തിൻ്റെതായ കെട്ടിടങ്ങളിലും കുതിരപ്പടകളിലും ഒന്നും ആയിരിക്കരുത്. ഇതിനേക്കാൾ എല്ലാവരെയായിട്ട് ശക്തനായ ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ ഒരു ഉറപ്പിലായിരിക്കണം നമ്മുടെ ജീവിതത്തെ നാം മുന്നോട്ട് നയിക്കേണ്ടത്. ഈ ഒരു
ഈ ഒരു ഉറപ്പ് ആർക്കുണ്ടായിരുന്നു, എപ്പോഴുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് വലിയ ചിന്തയായിട്ട് നമ്മുടെ മുമ്പിൽ കാണും. ഈ ഒരു ഉറപ്പ് അപ്പോസ്തലന്മാർക്ക് ഉണ്ടായിരുന്നു. ഈ ഒരു ഉറപ്പ് ദൈവത്തെ ക്രിസ്തുവിനെ പോലും തള്ളി പറഞ്ഞ അപ്പോസ്തലന്മാരുണ്ടായിരുന്നു. എല്ലാത്തിനും ഉപരിയായിട്ട് പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവർ ക്രിസ്തുവിന്റെ ശക്തരായ പോരാളികളായി മാറി. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ദാനത്താൽ നമ്മൾ ഈ ലോകത്തിന്റെ ആശ്രയത്തിൽ നിന്ന് വിട്ട് മനുഷ്യന്റെ ആശ്രയത്തിൽ നിന്ന് വിട്ട് ദൈവത്തിലുള്ള ആശ്രയത്തിലേക്ക് തിരിച്ചു പോകേണ്ടതായ ഒരു ആവശ്യം നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നത്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിലെ യെശയ്യാവിന്റെ ഒരു ഒരു വിഷൻ കാണുന്നതാണ്. യെശയ്യാ പ്രവാചകൻ വളരെ ഹമ്പിളായിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നതും നമ്മൾ അതിനകത്ത് കാണുന്നുണ്ട്. ഇങ്ങനെയാണ് പറയുന്നത്: ഉസിയ രാജാവ് മരിച്ച വർഷം യഹോവ ഉയർന്നതും ഉയർത്തപ്പെട്ടതുമായ ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിലെ തൊങ്ങലുകൾ ആലയത്തെ നിറച്ചിരിക്കുന്നു. സറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തരും 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്നു. ഒരുവൻ മറ്റൊരുവനോട്, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ വാതിലുകളുടെ കട്ടിലപ്പടികൾ കുലുങ്ങിയ ആലയം പുകകൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സാറാഫുകളിൽ ഒരുവൻ യാഗപീഠത്തിൽ നിന്ന് കുഴൽ കൊണ്ടൊരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കലേക്ക് പറന്നു വന്നു. അവൻ അതുകൊണ്ട് എന്റെ വായിൽ സ്പർശിച്ചു. ഇത് നിന്റെ അധരങ്ങളെ സ്പർശിച്ചതിനാൽ നിന്റെ അകൃത്യം നീങ്ങിയിരിക്കുന്നു, നിന്റെ പാപം മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അനന്തരം യഹോവ, ഞാൻ ആരെ അയക്കും, ആര് നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിച്ചതിന് അടിയനെ അയക്കണമേ എന്ന് ഞാൻ മറുപടി പറഞ്ഞു. അപ്പോൾ ഈ വേദഭാഗത്തിൽ കാണുന്നത് ദൈവത്തിന്റെ വലിയ വെളിപാടുണ്ടായ അവസ്ഥയിൽ, ദൈവത്തിന്റെ വെളിപാടുണ്ടാകുകയും ദൈവം പാപങ്ങൾ മോചിച്ചു കൊടുത്ത അവസ്ഥയിൽ യെശയ്യാവിനോട് ദൈവം ചോദിക്കുകയാണ്, നമുക്ക് സേവ ചെയ്യുവാനായിട്ട് ഞാൻ ആരെ അയക്കും, ഹും ഷാൽ ഐ സെൻഡ്? അപ്പോൾ യെശയ്യാവിന്റെ മറുപടിയാണ്, ഹിയറാമായി, അടിയനിതാ. ഒരു ചോദ്യം ചോദിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ തന്നെ യെശയ്യാവിന്റെ മറുപടി ആണ്, ദൈവത്തെ അറിഞ്ഞവനായ യെശയ്യാവിന്റെ മറുപടി, അടിയനിതാ, ഞാൻ പോകാൻ തയ്യാറാണ് എന്നുള്ളതായിരുന്നു. അപ്പോൾ ക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുന്നതായ നമ്മൾ, ക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങൾ ഞായറാഴ്ചകളിൽ സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാനയോടുകൂടി സ്വീകരിക്കുന്നതായ നമ്മൾ ഓരോരുത്തരും ഈ തിരുശരീര രക്തങ്ങളാൽ പാപങ്ങൾ മോചിച്ചിരിക്കുന്ന നമ്മൾ അതിനുശേഷം ദൈവത്തിന്റെ ഒരു ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ? അതിനുശേഷം ദൈവത്തിന്റെ ഒരു വിളി കേൾക്കുവാനായിട്ട്, ദൈവത്തിന്റെ ഒരു സംസാരം കേൾക്കുവാനായിട്ട്, ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെ സംസാരിക്കുമ്പോൾ ദൈവം ഓരോരുത്തരോട് ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും, ആരെ ഞാൻ അയക്കും? കാരണം ദൈവത്തിന് ഓരോ മനുഷ്യരെ പറ്റി ഒരു പദ്ധതിയുണ്ട്. ഈ ഒരു പദ്ധതിയിലേക്ക് ഓരോ മനുഷ്യർക്കും ഓരോ മനുഷ്യരെയും ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. കാരണം ഓരോ മനുഷ്യരും അവരുടേതായ രീതിയിൽ വ്യത്യസ്തരായതുകൊണ്ട് തന്നെ അവർക്കുള്ള പദ്ധതികളും വ്യത്യസ്തമായിരിക്കും. അപ്പോഴാണ് ദൈവം ചോദിക്കുന്നത്, ഞാൻ ആരെ അയക്കും? അപ്പോൾ ഞാൻ ആരെ അയക്കും ഉള്ള ചോദ്യത്തിന് ദൈവം ഞാൻ ആരായിക്കുന്നുള്ള ചോദ്യത്തിന് യെശയ്യാവിന്റെ മറുപടി പോലെ, അടിയൻ ഇതാ, എന്നെ അയക്കൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് വളരുവാൻ കാണാൻ സാധിക്കും. ക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങളാൽ നമ്മുടെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. ക്രിസ്തുവിന്റെ ക്രൂശിനാൽ നമുക്ക് നിത്യജീവനിലേക്കുള്ള വഴി നൽകപ്പെട്ടിരിക്കുന്നു. പക്ഷെങ്കിൽ ആ വഴി കാണുവാൻ തക്കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ആ വഴിയിലേക്കുള്ള വിളിയിൽ, ദൈവമേ ഇതാ ഞാൻ തയ്യാറാണ്, ഞാൻ വരുന്നു, നീ എന്നെ അയക്കണമേ എന്ന് പറയാണ്ടൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ദിനംതോറും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ക്രിസ്തുവിലേക്ക് നമ്മൾ സമർപ്പിക്കുന്നോ, പിതാവാൻ ദൈവത്തിലേക്ക് നമ്മൾ സമർപ്പിക്കുന്നോ, അതോ അതെല്ലാം മറിച്ച് ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വെറും കർമ്മങ്ങളാക്കി മാറ്റി അതിനുശേഷം നമ്മൾ ലോകത്തിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടതായ അവസ്ഥ. കാരണം ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടെങ്കിൽ ആ ക്രൂശിനോട് നമ്മൾ കാണിക്കുന്ന ഉത്തരവാദിത്വം, നമ്മൾ കാണിക്കുന്ന മറുപടിയുമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നാം പിതാവിനോട് മറുപടി പറയുന്നത്, അടിയനിത, ഞാൻ തയ്യാറാണ്, എന്നെ അയക്കണമേ എന്നുള്ളത്. അങ്ങനെ തയ്യാറായി അയക്കപ്പെട്ടവരായിരിക്കണം, അങ്ങനെ തയ്യാറായി പോകുവാൻ തക്കവണ്ണം ആയിരിക്കണം ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ എപ്പോഴും ചിന്തിക്കേണ്ടതായ ഒരു കാര്യം, ഞാൻ ലോകത്തിൽ ആശ്രയിക്കുന്നു, ക്രിസ്തുവിൽ ആശ്രയിക്കുന്നു. എൻ്റെ വിശ്വാസം പേരിൽ മാത്രമുള്ളതോ, എൻ്റെ വിശ്വാസം പ്രാർത്ഥനകളിൽ മാത്രമുള്ളതോ, എൻ്റെ വിശ്വാസം പ്രസംഗങ്ങളിൽ മാത്രമുള്ളതോ, അതോ എൻ്റെ വിശ്വാസം എൻ്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുന്നതാണോ എന്നുള്ളതാണ്. ഈ വചനങ്ങൾ നമ്മളെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് നാമം മഹത്വപ്പെടട്ടെ.